Hi friends, Bytz in the പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അൺബോക്സിംഗ് ചെയ്യുന്നത് Hammer KO 2.0 ഇയർബഡ്സ് ആണ്. ഹാമറിൻ്റെ ഈ ഇയർബഡ്സ് വന്നിട്ട് ആമസോണിലൊക്കെ പ്രൈസ് കാണിക്കുന്നത് 2200 ആണ്. ഞങ്ങളിത് വാങ്ങിച്ചത് ക്രെഡ് ആപ്പ് വഴിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കോസ്റ്റ് ആയത് 1800 ആണ്. നോക്ക് ദ അൺയൂഷ്വൽ. ഇതിൻ്റെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ വേരിയൻറ്റ് വന്നിട്ട് ബ്ലാക്ക് ആണ്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് എ ചാർജിങ് കേസ് ആൻഡ് ഇയർ ഹൂപ്സ്. ഈ ഹാമർ ഇയർബഡ്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് അവരോട് കൊടുത്തിരിക്കുന്നത്. ടച്ച് കൺട്രോൾ, IPX4 വാട്ടർ റെസിസ്റ്റൻറ്റ് ആൻഡ് എ ഫോൾ ഫ്രീ ഡിസൈൻ ഫോർ ഇൻറ്റൻസ് വർക്കൗട്ട്സ്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഇയർബഡ്സിൻ്റെ പ്രോഡക്റ്റ് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ബ്ലൂടൂത്ത് വേർഷൻ, ബാറ്ററി കപ്പാസിറ്റി ഒക്കെ. പിന്നെ വാറണ്ടി രജിസ്ട്രേഷനുള്ള QR കോഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ കൂടെ എന്തൊക്കെ കോമ്പണൻസ് ആണ് വന്നിട്ടുള്ളതെന്ന്. സോ ഹിയർ ഈസ് അവർ ഹാമർ ഇയർബഡ്സ് ആൻഡ് വി ഹാവ് സം ഡോക്യുമെൻറ്റ്സ് ഹിയർ. This one. So the first വന്നിട്ട് ഇതാണ് നമ്മുടെ Hammer KO 2.0 ഈ യൂസർ മാനുവൽ. ഇതിൽ വന്നിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, പ്രോഡക്റ്റ് ഡയഗ്രാം, വാർണിംഗ്സ്, ഡൂസ് ആൻഡ് ഡു നോട്ട്സ്, ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ടു കീപ്. ആൻഡ് ഇതാണ് നമ്മുടെ വാറൻറ്റി രജിസ്ട്രേഷൻ കാർഡ് വന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് 7 ഡേയ്സിനുള്ളിൽ വന്നിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. ഇനി നമുക്ക് ഈ ബോക്സിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ വന്നിട്ട് ഇയർബഡ്സിൻ്റെ USB Type-C ചാർജിങ് കേബിളാണ്. പിന്നെ ഇതിൽ വന്നിട്ട് ഇയർബഡ്സിൻ്റെ 4 എക്സ്ട്രാ സിലിക്കൺ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. 2 വന്നിട്ട് ലാർജ് വേരിയൻറ്റും 2 വന്നിട്ട് സ്മോൾ വേരിയൻറ്റുമാണ്. ഇനി നമുക്ക് നമ്മുടെ ഇയർബഡ്സ് ഒന്ന് നോക്കാം. ബ്ലാക്ക് മാറ്റ് ഫിനിഷിങ്ങിലാണ് ഇതുള്ളത്. ആൻഡ് ഇവിടെ വന്നിട്ട് ഹാമറിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഷൻ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ യൂസിങ് ദ ഹെഡ്സെറ്റ് പ്ലീസ് ക്ലീൻ ആൻഡ് ഡ്രൈ ദ ചാർജിങ് കോൺടാക്ട് ആൻഡ് ദെൻ പുട്ട് ഇറ്റ് ഇൻ ടു ചാർജിങ് ബോക്സ് ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് കോഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ്സ്. ഇതും വന്നിട്ട് ബ്ലാക്ക് മാറ്റ് ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ഇയർബഡ്സിൻ്റെ മേലിൽ ഈ ഒരു മെറ്റാലിക് പാർട്ട് ചാർജിങ് യൂണിറ്റിലെ മാഗ്നറ്റിക് ചാർജിങ് പോയിന്റായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴാണ് ചാർജിങ് നടക്കുന്നത്. അതായത് മാഗ്നറ്റിക് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കോഷനിൽ നമ്മളോട് ഇയർബഡ്സിലെ മെറ്റാലിക് പാർട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഇയർബഡ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ നല്ല ഫ്ലെക്സിബിൾ ആണ് ഇതിൻ്റെ ഇയർ ഹൂപ്സ് ആൻഡ് ആംഗുലാർ നോസിൽസും ആണ്. ഇനി നമുക്കിതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കിയാൽ ഇതിൻ്റെ ചാർജിങ് യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിൽ മോഡൽ നമ്പറിൻ്റെ കൂടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി കപ്പാസിറ്റി വന്നിട്ട് 500 mAh ആണ്. പിന്നെ നമ്മുടെ ഈച്ച് ഇയർബഡ്സിന് വന്നിട്ട് 50 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വന്നിട്ട് 600 mAh ആണ്. ഇനി നമ്മളിതിൻ്റെ യൂസേജ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ചാർജിങ്ങിൽ ചാർജിങ് യൂണിറ്റ് 60 hours ലാസ്റ്റ് ചെയ്യുമ്പം ഈച്ച് ഇയർബഡ്സിൻ്റെ മാക്സിമം പ്ലേ ടൈം വന്നിട്ട് സിംഗിൾ ചാർജിങ്ങിൽ 4.5 hours ആണ്. ചാർജിങ് യൂണിറ്റിൻ്റെ ഈ സൈഡിലാണ് Type-C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇയർബഡ്സ് മൊബൈലായിട്ടൊന്ന് പെയർ ചെയ്യാം. ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ ബോട്ടിൻ്റെ ഇയർബഡ്സും കൂടെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഹാമറിൻ്റെ ഈ ഇയർബഡ്സിന് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ ഇയർബഡ്സിൽ നമ്മൾ കോളിൽ സംസാരിക്കുമ്പം ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഒരുപാട് കൂടുതലാണ്, നമ്മുടെ വോയിസ് കറക്റ്റായിട്ട് റീച്ച് ചെയ്യുന്നില്ല. പക്ഷേ ഹാമറിൻ്റെ ഇയർബഡ്സിൽ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് വളരെ കുറവാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡിങ്. ഇയർബഡ്സ് ബോട്ടിൻ്റെ ഒരുപാട് വട്ടം ഞങ്ങൾ സൈക്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വീണ് പോയിട്ടുണ്ട്. പക്ഷേ ഹാമറിൻ്റെ ഇയർബഡ്സിൻ്റെ ഹോൾഡിങ് നല്ലതാണ്, അത് കറക്റ്റ് ഫിറ്റിങ്ങിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങളിത് ആധികാരികമായിട്ട് റിവ്യൂ പറയേണ്ടെങ്കിൽ കുറച്ച് കാലം യൂസ് ചെയ്യണം. പക്ഷേ ഇത് ഫസ്റ്റ് എടുത്ത് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുമ്പം റണ്ണിങ് അല്ലെങ്കിൽ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. കാരണം ഇതിൻ്റെ ആ ഒരു ഇയർ ഹൂപ്സിൻ്റെ കംഫർട്ടബിലിറ്റി ഉണ്ടല്ലോ, അത് നല്ലതാണ്, നല്ല ഫ്ലെക്സിബിളും ആണ്, നന്നായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് അത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And thank you so much for watching our videos. Keep supporting us. This is Subi signing off from Bytz. Bye bye.